Continue on Kakkadampoil, Kumba Road for 5 kilometers. ഹായ് കാൺവ്യൂവിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കോഴിപ്പാട്സ് കറിയും പൊറാട്ടയാണ് ഉണ്ടാക്കിയത്. നല്ല കോമ്പിനേഷനല്ലേ. അപ്പോൾ കോഴിപ്പാട്സ് കറി ഉണ്ടാക്കിയപ്പോൾ പിന്നെ നമുക്ക് പത്തിരി ഉണ്ടാക്കാനൊക്കെ പണിയാണ്. അപ്പോൾ വേഗം പൊറാട്ട വാങ്ങിക്കും. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു നല്ലൊരു ട്രിപ്പാണ് പോകുന്നത്. അടിപൊളി ട്രിപ്പാണ്. മുഴുവനായും കണ്ടു വെക്കണം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നേ. ഞങ്ങൾ പോണതിൻ്റെ അന്ന് മോനിക്ക് ട്യൂഷൻ ഒഴിവായിരുന്നു. അവരെ ട്യൂഷൻ സെൻ്ററിലത്തെ ബസ്സാണിത്. അവർ അവിടുന്ന് ഫ്രീ ആയി കുട്ടികളെ ടൂർ കൊണ്ടുപോവാണ്. അവരെ ലെജൻസ് ട്യൂഷൻ സെൻ്ററാണ്. ലെജൻസ് ട്യൂഷൻ സെൻ്ററിൽ നിന്ന് അവരെ കുട്ടികളെല്ലാവരും മറ്റു ട്യൂഷൻ സെൻ്ററിൽ നിന്നൊക്കെ കൂടി ആയിട്ട് അങ്ങനെ കൊണ്ടുപോകാമെന്ന് തോന്നുന്നുണ്ട്. ഫ്രീ ആയിട്ട് കോഴിക്കോട് ഹൈലൈറ്റ് മാള്, ലുലു മാള്, ബീച്ചിൽ അങ്ങനെയൊക്കെ പോവാണ് അവർ. മോൻ പോയിട്ടില്ല, അവനക്ക് പോകണ്ടാറിന്. ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളുമാണ്. അങ്ങനെ ഇതൊക്കെ അവരെ ബസ്സാണ് കേട്ടോ, ലെജൻസ് ടൂർസ് ആൻഡ് ട്രാവൽസ്. അപ്പോൾ അവന് ഇത് എളാപ്പാൻ്റെ മോനുണ്ടോ, നൗഷാദിൻ്റെ എളാപ്പാൻ്റെ മോൻ്റെ ബസ്സാണിത്. ഈ ടൂർസ് ഇതൊക്കെ അവരെ പാക്കേജും ഒക്കെ ഉള്ള ഒരു ഇതാണ്. അവർക്ക് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പറൊക്കെ വേണമെങ്കിൽ ബന്ധപ്പെട്ടോ. നല്ല സർവീസാണ്. അവർ ഫുഡും കാര്യങ്ങളും എല്ലാം അക്കോമഡേഷനും ഒക്കെ അവർ ചെയ്തു തരും. അങ്ങനെ ഞങ്ങൾ പോവായി. നല്ല റബ്ബർ മരങ്ങളും പൈനാപ്പിളിൻ്റെ ഇതൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ പോണ വഴി. അങ്ങനെ പൈനാപ്പിൾ കണ്ടപ്പോൾ നൗഷാക്ക് ഒന്ന് വണ്ടി നിർത്തി വാങ്ങിയിട്ടൊക്കെ ഉണ്ട്. നല്ല പൈനാപ്പിളൊക്കെ ആയിരുന്നു, നല്ല വിലക്കുറവിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ട്. ഇത് മലപ്പുറത്തിൻ്റെ കോഴിക്കോടിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. കക്കാടംപൊയിൽ എന്ന് പറയും ആ സ്ഥലമാണ്. നല്ലൊരു സ്ഥലം. ഒരു അഡ്വഞ്ചർ ട്രിപ്പൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരാം കേട്ടോ. നല്ല അടിപൊളി ട്രിപ്പാണ്. പിന്നെ ഞങ്ങൾക്ക് എല്ലാ ഇതും കിട്ടിയിട്ടുണ്ട്. മഴയും കോടമഞ്ഞും എല്ലാം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പോയതല്ല ഉഷാറായിട്ട് തന്നെ കിട്ടി. നല്ല വളവും കാര്യങ്ങളൊക്കെ ഉള്ള റോഡാണ് അവിടേക്ക് എത്തുന്നത് വരെ. കക്കാടംപൊയിലേക്ക് എത്തുന്നത് വരെ നല്ല റോഡൊക്കെ തന്നെയാണ്. പക്ഷേ കക്കാടംപൊയിൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു റോഡാണ്. അത് തന്നെയാണ് അവിടുത്തെ അഡ്വഞ്ചർ ട്രിപ്പ് എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വണ്ടി, നമ്മൾ ഓഫ് റോഡ് വണ്ടിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഉഷാറാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ വണ്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല പണി തരും. അതുകൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ജീപ്പൊക്കെ വിളിച്ച് പോകണം. പിന്നെ നമ്മളെ വണ്ടിയിട്ട് പോവാം, പക്ഷേ നമ്മൾ വണ്ടി നല്ല പണിയായി തരും. അങ്ങനത്തെ വല്ലാത്തൊരു റോഡാണ്. ഇനി അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പണിയൊക്കെ എന്നാലും നമുക്ക് ജീപ്പ് അവിടെ ആവശ്യം തന്നെയാണ്. അങ്ങനെ വിളിച്ചു പോകണം. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ അന്വേഷിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയപ്പോൾ ഇത് നല്ല പേരും മഴയെ പെയ്ത്. അങ്ങനെ അവിടെ നിന്ന് ജീപ്പ് വിളിച്ച് 1500 രൂപയ്ക്ക് 1500 രൂപയ്ക്ക് അങ്ങനെ വിളിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞു. വണ്ടിയിട്ട് പോകുന്നവർക്ക് പോവാൻ ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ടെമ്പോ ട്രാവൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളും വിട്ടുപോയി. അങ്ങനെ ഈ വണ്ടി മുന്നിൽ കാണുമ്പോൾ പിന്നെ ധൈര്യമായിട്ട് പോകല്ലോ വിചാരിച്ച് അങ്ങനെ പോയതാണ്. നല്ല മെലസ്റ്റോമ ചെടികളൊക്കെ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഭാഗത്തൊക്കെ നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീടുകൾ നല്ല ഇതുണ്ടാവും അല്ലേ. വഴിയിൽ തന്നെ നല്ല ഇഷ്ടമാതിരി പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെടികളും ഒക്കെ നിറഞ്ഞു നിൽക്കുക, നല്ല ഭംഗിയുണ്ട്. അവിടെ കുറേ കണ്ടിട്ട് മെലസ്റ്റോമൻ്റെ ചെടിയൊക്കെ നല്ല മൂടൽമഞ്ഞ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒരു ഊട്ടി പോയതിനേക്കാളും ഞാൻ കാണുന്നത് ഇവിടെ മഞ്ഞ് നല്ല ഉണ്ട്. പിന്നെ ഇതുപോലെയുള്ള റോഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടുന്ന് വണ്ടി വിളിച്ച് വണ്ടി കയറ്റി നോക്കി നമുക്ക് പോകാൻ പറ്റുമെന്ന്. പക്ഷേ അവിടെ പോകാൻ പറ്റണില്ല. ടയറൊക്കെ ഒന്ന് വരുതിയിട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിർത്തി. ഞങ്ങൾ പിന്നെ നൗഷാദ് പറഞ്ഞ് 100 മീറ്റർ നടക്കാനുള്ളൂ എന്ന്.
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അന്ന് നടക്കാമെന്ന് വിചാരിച്ചു. നടക്കാൻ നോക്കുമ്പോൾ അതൊരു കുന്നും ഒക്കെ ആയിട്ടുള്ളൊരു വഴിയാണ്. ഇങ്ങനത്തെ ഇതുപോലത്തെ വഴികളാണ്. നമ്മൾ ഭയങ്കര കിതച്ചു പോകും ഇങ്ങനെ നടന്നിട്ട് എത്താൻ. അങ്ങനെ കുറേ നടന്നതിന് ശേഷം നടന്ന് മതിയായി. അപ്പോൾ പിന്നെ അവിടുന്ന് പിന്നെയും അത്രത്തോനെ നടക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ജീപ്പ് വിളിച്ച് പോയിട്ടാണ്. അവിടുന്ന് പിന്നെ അധികം പൈസ ഇല്ല പോവാൻ. അങ്ങനെ പോയതാണ്. ആദ്യം 1500 എന്നൊക്കെ പറഞ്ഞപ്പോൾ മുതലാവില്ല എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ പിന്നെ നടന്നത്. പിന്നെ നടക്കാനൊരു രസമല്ലേ വിചാരിച്ച്, തണുപ്പുണ്ട്. അങ്ങനെ ആയപ്പോൾ ചെറിയൊരു മഴയും അങ്ങനെയൊക്കെ ആയിട്ട് പോയി. പിന്നെ ജീപ്പിൽ കയറി പോയി. ജീപ്പിൽ കയറി പോയപ്പോൾ തോന്നി ആ വണ്ടി കൊണ്ടുവരാത്ത തന്നെയായിരുന്നു നല്ലതെന്ന്. അത്രയ്ക്കും വല്ലാത്തൊരു റോഡായിരുന്നു കേട്ടോ അത്. പോയില്ലേ ഇങ്ങനെ കതുക്കണമെന്ന് പിന്നെ വീഡിയോ എടുത്തതൊക്കെ മോനാട്ടോ. അതാണ് അങ്ങനെയൊക്കെ ഉള്ളത്. ഞാനൊക്കെ കിതച്ചിട്ട് ഒന്നും വല്ലാത്തൊരു ഇതായിരുന്നു. പിന്നെ ഇവരെ കൂടെയൊക്കെ നൗഷാദൊക്കെ നടന്നെത്തുമ്പോഴത്തേന് നമ്മൾ നടന്നെത്തുന്നതും വ്യത്യാസമുണ്ട്. അവർ നല്ല സ്പീഡായിരിക്കും, നമ്മൾ അത്ര ഒന്നും ഇതിലെത്തില്ല. പിന്നെ സ്ലോയിൽ നടന്ന് കയറൊക്കെ ആണെങ്കിൽ കുറേ കിതച്ചൊക്കെ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കയറാം. ഇത് കണ്ടില്ല, ഭയങ്കര വല്ലാത്തൊരു സ്ഥലമായിരുന്നു കേട്ടോ, കുന്നുമലയായിട്ട്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ കൈ പിടിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാൻ വരുന്ന പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജീപ്പേര് പറഞ്ഞാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി സൗകര്യം ഉണ്ടാവും. ഇതിങ്ങനെ പിടിക്കാനൊന്നും ഇല്ലാതെ ഇങ്ങനെ കയറി പോകുമ്പോൾ നമുക്കൊരു ശ്വാസം മുട്ടൊക്കെ വരും. നല്ല മൂടൽ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു സ്ഥലം, നല്ല അടിപൊളിയായിരുന്നേ. അങ്ങനെ ഫോട്ടോ പിടിക്കാനും ഒരുപാട് ആളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കയറി വന്നാൽ നല്ല ആളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല. നല്ല ആൾക്കാർ ഉണ്ട്. പിന്നെ ഈ ഭാഗം, പിന്നെ വേറൊരു ഭാഗമുണ്ട് ഇതിനേക്കാളും കുറച്ചും കൂടി കയറി പോകാൻ പറ്റിയ, മലമിൻ്റെ മേലേക്ക് കയറാൻ പറ്റിയ സ്ഥലം ഈ സ്ഥലം കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ കയറി പോകുന്നുണ്ട്. അവർക്കൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പ്രായമായവർ അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്തവരൊക്കെ ഒറ്റൊന്നും ഇവിടേക്ക് വരാനേ പറ്റില്ല. വന്നിട്ടൊരു കാര്യമില്ല, കഴിയില്ല. താഴത്തൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന റോഡിൻ്റെ അവിടെയൊക്കെ നിൽക്കേണ്ടി വരും. ഇവിടെ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ, നിങ്ങൾക്കൊക്കെ വന്ന അവസ്ഥ എന്താണെന്ന്. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നിയത്. സർക്കാർ സ്ഥലം കുരിശ് പള്ളീൻ്റെ സ്ഥലം നാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി കുരിശ് നാട്ടിയ, എന്നിട്ട് മറ്റേ വെറുതെ പൊളിച്ചു. പക്ഷെ ഇനി അടുത്ത കുരിശിന്റെ മല ആകുമ്പോൾ ഇവര് കുരിശ് കയറ്റി കൊണ്ടുവന്ന്. ഇതാണ് കുരിശുമല എന്ന് പറയുന്നത്. ഇത് ഇവിടെ കക്കടാമ്പൊയിലുള്ള കുരിശുമല തന്നെ. പിന്നെ ഇടുക്കിയിലുണ്ട് ഇതേപോലെ. അപ്പോൾ ഇത് ഇവിടെ ഈ കഥ നൗഷാദ് പറഞ്ഞ കഥ ഇവിടെ എന്നാണ് വിചാരിച്ച്, പക്ഷേ ഇവിടെ അല്ല കേട്ടോ. ഇത് നൗഷാദ് പറഞ്ഞ കഥ ഇടുക്കിയിലുള്ള കുരിശുമലയിലാണ്. അപ്പോൾ ഇത് ജീപ്പിൽ പോയപ്പോൾ അയാൾ പറയും ആ കഥ ഇവിടെ അല്ല എന്നുള്ളത്. ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയൊന്നുമല്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ നിന്ന് വീണാലൊക്കെ ആരും ഒന്നും നോക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോയിട്ട് സൂക്ഷിച്ച് വേണം പോകാൻ. അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് കാല് എഴുതി കഴിഞ്ഞാൽ താഴെ എത്തും. ഇതുപോലത്തെ റെയിൻ കോട്ടൊക്കെ ആയിട്ട് വരണം, നല്ല രസം കേട്ടോ. ഞങ്ങളതൊന്നും എടുത്തില്ല, ഞങ്ങൾ കുട എടുത്തുകൊണ്ട് രക്ഷപ്പെട്ട്. എല്ലാവരും ആ കുടയിൽ നിന്ന്, നല്ല മഴയായിരുന്നു. കുട പോലും വലിച്ചു കൊണ്ടുപോകണ കാറ്റും, പിന്നെ അത് കഴിഞ്ഞ് മൂടൽ മഞ്ഞും വന്ന് ഒക്കെ നല്ല രസമായിട്ട് അതിൻ്റെ മേലെ തന്നെ നിന്ന് എല്ലാ
ആസ്വദിച്ചിട്ടാട്ടോ പിന്നെ ഇറങ്ങിയത്. നല്ല ഭംഗിയുണ്ട്. ഇതുപോലത്തെ റെയിൻകോട്ടൊക്കെ ഇട്ട് വന്നാൽ മഴയൊക്കെ ആസ്വദിച്ച് കൊള്ളാം. പിന്നെ അവിടുന്ന് ഇറങ്ങി പോകുന്നതാണ് ഭയങ്കര ടാസ്ക് കേട്ടോ. പിന്നെ ഈ മഴയും പെയ്തതുകൊണ്ട് അവിടുന്ന് വെയ്ക്ക് വീണതും ഒക്കെ മോനൊന്ന് വെയ്ക്ക് വീണേ. എന്നാലും വെയ്ക്ക് വീണെന്ന് വെച്ചാൽ പാൻറ്റൊക്കെ ഒന്ന് ചളിയായി, കയ്യും ചളിയായി, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഒന്നിങ്ങനെ സ്ലിപ്പായിട്ടേ ഉള്ളൂ, അതുകൊണ്ട് കഴിച്ചിലായി. മറ്റേ അവിടെ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ താഴത്തെത്തും. ആ ഒരു കോലത്തിൽ പോകുന്നവരെല്ലാവരും വൈത്താലെ പോരും, അങ്ങനത്തെ ഒരു ഇറക്കമാണ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ ജീപ്പ് അവിടെ ഉണ്ട്, അപ്പോൾ വേറൊരു ഫാമിലിയും കൂടി ഞങ്ങൾ ഒന്നിച്ച് അതിൽ കയറി. ഒരു പാൻറ്റും കയ്യും ഒക്കെ ചളിയായിരുന്നു കേട്ടോ, ആകെ ചളിയായി. പിന്നെ അത് ഞങ്ങൾ അടുത്ത വാട്ടർഫാൾസിൻ്റെ അവിടെ പോയിട്ട് കഴുകി. ഇതവിടെ കുരിശിരിക്കുന്ന കണ്ടിയിലെ റോഡിൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ നല്ല ഡ്രൈവിംഗ് സ്കില്ലുള്ള ആൾക്കാർക്കൊക്കെ അതിൽ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇവർക്ക് പരിചയമായിട്ടുള്ള ജീപ്പർക്ക് നല്ല സ്കില്ലുള്ള ആൾക്കാരാണ്, അങ്ങനെ ഓടിക്കാൻ പറ്റുന്ന വണ്ടിയൊക്കെ ഇട്ട് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് ഞങ്ങൾ പിന്നെ വാട്ടർഫാൾസ് കാണാൻ പോയി. അവിടെ എത്തിയതിൻ്റെ ശേഷം അവൻ്റെ പാൻറ്റൊക്കെ കഴുകി കൊടുത്ത് അങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ വാട്ടർഫാൾസ് കാണാൻ പോയത്. അവിടെ ഒരു ടിക്കറ്റ് എടുക്കാറുണ്ട്, ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ട് കയറാൻ. അങ്ങനെ അവിടേക്ക് പോയി. അവിടെ ഒരു പാറക്കെട്ടിൻ്റെ അവിടെ വെള്ളച്ചാട്ടമാണ് ഉള്ളത്. ഇറങ്ങി കുളിക്കാനോ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകാനോ ഒന്നും പറ്റില്ല, ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ. ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ആരെങ്കിലും പോയിട്ട് അങ്ങനെ കുളിക്കാനോ ഒക്കെ ഇറങ്ങിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞങ്ങൾ പോയപ്പോൾ ഇങ്ങനെയായിരുന്നേ, ഞങ്ങളിവിടെ നിന്ന് കാണുമായിരുന്നു. കുറേ ആൾക്കാർ അവിടെ ഒക്കെ ഉണ്ട്. വെള്ളം നല്ല സ്പീഡിലൊന്നും അല്ലായിരുന്നു, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അധികം വെള്ളമായിട്ട് ഒന്നും തോന്നിയില്ല, കുഴപ്പമില്ല, നല്ല രസമുള്ളൊരു വാട്ടർഫാൾസ് തന്നെയായിരുന്നു. ആ ഫ്ലവർ മേലുണ്ട് ഞാൻ പറയാം. ഞങ്ങൾ അത്രയൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ അവിടെ കിഡ്സ് പാർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, സ്വിമ്മിംഗ് പൂള്, റിസോർട്ട് ഇതൊക്കെ ഉണ്ട്. അതിനൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല. അങ്ങനെയൊക്കെ നിൽക്കാനായിരിക്കും അവിടെ രസമുണ്ടാവും. റിസോർട്ടിലൊക്കെ നിന്ന് നല്ല ഭംഗിയുണ്ടാവും, നല്ല സ്ഥലങ്ങളാണ്. പിന്നെ നല്ല സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. പിന്നെ കുടിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വേറെ പാറ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടൊന്നും നോക്കിയില്ല. ഞങ്ങൾക്ക് രാവിലെ കോഴിക്കളെ വിട്ടതുമാണ്, പിന്നെ മോൾക്ക് പോകാനും ഉണ്ട് രാത്രി. അപ്പോൾ എല്ലാം കൂടി ക്ഷീണം ബാധിക്കില്ല. കോഴിക്കളെ കൂട്ടിലാക്കുന്നതിന് മുന്നായിട്ടാണ്ട് എത്തും വേണം. അങ്ങനെ ഞങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേനും വീട്ടിലെത്തണം എന്നുള്ള രീതിയിൽ അവിടുന്ന് പിന്നെ അധികമൊന്നും കാണാൻ നിന്നില്ല. ഞങ്ങൾക്ക് ഇത്ര കണ്ടപ്പോൾ തന്നെ മതിയായിട്ടോ, ഇഷ്ടം പോലെ ആയി. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. നമ്മളെ കക്കാടംപോലെ യാത്ര സൂപ്പറായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു ഡ്രൈവായിരുന്നു. പിന്നെ നല്ല കോട കിട്ടി ഞങ്ങൾക്ക്, പിന്നെ മഴ കിട്ടി, തണുപ്പ് കിട്ടി. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയല്ല, വളരെ ശ്രദ്ധിക്കണം. പോകുന്ന വഴി മഴയത്ത് നല്ല വഴുക്കലുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കല്ലുമെന്ന് ഒരു കല്ലുമലേക്ക് വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഇറങ്ങാം. അത്ര സൂപ്പറാണ്, വന്നാലാർക്കും മിസ്സാവില്ല. അടിപൊളി, പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റ് അടിപൊളി. പിന്നെ കുട്ടികൾക്ക് വേണ്ടി അമ്യൂസ്മെന്റ് പാർക്ക്, 2 അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട്. ഒന്ന് അഡ്വഞ്ചറും മറ്റേ 2 ഉണ്ട്. അത് ടിക്കറ്റ് വെച്ചാൽ മറ്റേ 2 ഓപ്പണാണ്. പിന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, അതിന് 50 രൂപ ടിക്കറ്റ്. ഓക്കെ ഉണ്ട്, എന്നാല് വെർത്താണ്. പിന്നെ ഇതിലൊരു ചീറ്റിങ് എന്താ വെച്ചാൽ ഇവര് താഴത്തുനിന്ന് നമ്മളോട് ജീപ്പിന് 1500 രൂപ വെച്ചിട്ട് വാങ്ങിക്കും. എന്നിട്ട് 1 മണിക്കൂറാണ് അതിൽ വെയിറ്റ് ചെയ്യുള്ളൂ എന്ന്.
പക്ഷെ ഇവര് ജീപ്പ് നിർത്തിയിട്ട് പിന്നെ നമ്മളാ മലന്റെ കുരിശുമലിന്റെ അങ്ങോട്ടേക്ക് നടന്നെത്താൻ തന്നെ ഏകദേശം നമുക്ക് അരമണിക്കൂറിന്റെ മേലെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വ്യൂവിനുള്ള സമയമില്ല. അപ്പൊ അതിൽ പോയിട്ട് ആരും തല വെക്കാതെ കഴിയുന്നതും ഇങ്ങനെ ജീപ്പ് ഒരു പെർ ഹെഡ് വെച്ചിട്ട് ഒപ്പിക്കുന്നുണ്ട്. അതിലേക്ക് പോവാണ് ഏറ്റവും ബെസ്റ്റ്. ഞങ്ങളവിടെ എത്തുന്ന സമയം ഏകദേശം ഒരു 11:45-12 മണിയായിരുന്നു. അപ്പോൾ പക്ഷെ ഞങ്ങൾ ലേറ്റായി പോയി. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്കൊന്നും കാഴ്ചകൾ കിട്ടില്ലെന്ന്. പക്ഷെ ആ സമയത്ത് മഴയും കൂടി വന്നപ്പോൾ ഫുള്ള് കോടായിരുന്നു. നമ്മളൊരു പുലർച്ചെ ഒരു 5 മണിക്ക് അല്ലെങ്കിൽ രാവിലെ എത്തുന്ന ഒരു ഫീലിങ്സ് ആയിരുന്നു. നല്ല കോടയും മഴയും കാറ്റും തണുപ്പും എല്ലാം കൂടെ ഓക്കെ ആയിരുന്നു. പിന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് ഈ ക്ലൈമറ്റിൽ പോവുകയാണെങ്കിൽ എല്ലാവരും നമ്മൾ ആ 100 രൂപേൻ്റെ ഒരു റെയിൻ കോട്ട് വാങ്ങി പിടിച്ചാൽ ഏറ്റവും ബെസ്റ്റാണ്. എന്നാൽ ആ മഴ ശരിക്കും ആസ്വദിക്കാം. കോടായിട്ടൊന്നും അങ്ങോട്ട് പോകാൻ നിൽക്കണം. നല്ല ഹെവി കാറ്റാണ്. എല്ലാം കൊണ്ട് വർത്താണ് ഈ സമയത്ത് പോകുന്നത്. പാസ്സായ റോഡാണ്. പൈസ വാങ്ങിയതാ പിണറായിന്റെ കാലത്തേ. പക്ഷെ ഈ പണിക്കാരിപ്പോ ഇതായില്ലേ, ഈ അതിഥി തൊഴിലാളി ഫുള്ള് നാട്ടിൽ പോയില്ല. അവരുടെ റേഷൻ കാർഡ് പുതുക്കല്, ആധാർ പുതുക്കല്, കുറച്ചൊക്കെ വന്നിട്ട് അങ്ങനെ പണിക്കാർ പോകും. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പല ഹോട്ടലിൽ നോക്കി. അങ്ങനെ ഞങ്ങൾക്ക് നെയ്ച്ചോറ്, ബിരിയാണി അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു വിചാരിച്ചു. പിന്നെ ടൈം ഒരുപാടായിരുന്നു, 4 മണിയായി. അപ്പോൾ പിന്നെ മന്തിയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ കയറി റബി കുഴിമന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറി. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ, സർവീസും കാര്യമൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇത് കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. അൺലിമിറ്റഡ് ചോറാണ്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഴിമന്തി നല്ല ടേസ്റ്റ് ഉണ്ട്. റബി കുഴിമന്തി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ്, ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. നല്ല സർവീസും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ അങ്ങനെ കണ്ടെടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. നേരം ഒരുപാടായിരുന്നു, 6 മണിയായി വീട്ടിലേക്ക് എത്തിയപ്പോൾ. അവിടെ എത്തിയപ്പോൾ പിന്നെ പൈനാപ്പിൾ വാങ്ങിയതൊക്കെ എടുത്ത് വെച്ച് കോഴിക്കളൊക്കെ അടിച്ച് നല്ല ടൈമിൽ തന്നെ എത്തിക്കഴിഞ്ഞ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.